നല്ലപോലെ തോറ്റു. ഇല്ലേ? തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഇല്ല, തോറ്റു. അപ്പം ഇനി നമ്മൾ എന്താ വേണ്ടേ? എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം. ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ആളുകൾ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, കത്ത് എഴുതിയിട്ടുണ്ട്, ലേഖനങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ഒക്കെയുണ്ട്. എല്ലാം ഞങ്ങൾ സ്വീകരിക്കുക. എല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഈ തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങളൊന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും. ഒന്ന് കണ്ടെത്തിയാൽ മാത്രം പോരാ, തിരുത്തണം. ഇപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കേന്ദ്ര ഗവൺമെന്റ് ഒരു ഉപരോധം പോലെ കേരളത്തിലെ ഗവൺമെന്റിനെ കൈകാര്യം ചെയ്യാം. എങ്ങനെയാണ് ഈ വിജയം? എങ്ങനെയാണ് യു ഡി എഫിന് ഈ തരത്തിൽ പുറകോട്ട് പോകാനും ആ വോട്ടുകൾ മാറിപ്പോകാനും ഇടയായത്? ഇവിടെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, യു ഡി എഫിനോടൊപ്പം മറ്റെല്ലാ സ്ഥലത്തും നിന്ന ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, അത് കാണാതിരിക്കരുത്. അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങളുണ്ടായി. അതെല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് കാണണ്ട, എല്ലാ കാലത്തും അതേ അവസ്ഥയായിരിക്കുമെന്ന് കാണണ്ട. പക്ഷേ ആസൂത്രിതമായ നീക്കം നേരത്തെ നടന്നു. നമ്മൾ ശരിക്കും തോറ്റെന്ന് പറഞ്ഞാൽ തോറ്റു. തിരുത്തണം, തിരുത്താൻ ശ്രമമുണ്ടാകും. അങ്ങനെ തുറന്ന് സമ്മതിക്കുകയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ CPM-നെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരുപാട് പരാജയ കാരണങ്ങൾ ബാക്കി വെച്ചാണ് തെരഞ്ഞെടുപ്പ് കാലം കടന്നുപോകുന്നത്. മുഖ്യമന്ത്രി സമ്മതിച്ചില്ലെങ്കിലും പാർട്ടി അണികളും നേതാക്കളും അപകടം മണക്കുന്നുണ്ട്. 2019 തോൽവിക്ക് ശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മടങ്ങി വരവ് പോലെ ഒന്ന് CPM-ന് എളുപ്പമാകുമോ? ന്യൂനപക്ഷ വോട്ടുകൾ CPM-ൽ നിന്ന് അകന്നു പോയോ? വെള്ളാപ്പള്ളി നടേശൻ അടക്കം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ നേതാക്കൾ കാണുന്നുണ്ടോ? തിരുത്തിയാൽ തിരികെ വരാനാകുമോ? പ്രൈം ഡിബേറ്റ് ചർച്ചയിൽ. പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭനുണ്ട് BJPയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ. ഡോക്ടർ B ജയരാജ് CPM-ന്റെ സഹയാത്രികനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഫാദർ ഫിലിപ്പ് കവിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ഫാദർ ഫിലിപ്പ്, ഇപ്പോൾ ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഈ തോൽവി സംഭവിച്ച കാര്യത്തിൽ നമ്മൾ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന പലവിധമായ കാര്യങ്ങളും അദ്ദേഹം 2019 ശേഷം 2021 തിരിച്ചു വന്നതുപോലെ എപ്പോഴും ഇതൊന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസം വല്ലാതെ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന പലവിധ കാരണങ്ങൾക്കപ്പുറം ഒരു ധ്രുവീകരണം കേരളത്തിൽ സംഭവിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണോ ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കൃത്യമായി വിശകലനം നടത്തുന്നത് എല്ലാവർക്കും നല്ലതാണ്. പ്രത്യേകിച്ച് ഭരിക്കുന്ന ഗവൺമെന്റിന് എന്തുകൊണ്ട് ഗവൺമെന്റിന് എതിരായിട്ടുള്ള ഒരു വിലയിരുത്തൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് വിലയിരുത്തി അതിന് വേണ്ട നടപടികൾ എടുത്താൽ ഈ ഗവൺമെന്റിന് അത് ഗുണപരമായിട്ട് മാറുകയുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പല ഘടകങ്ങളിലും ആ വിധത്തിലുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് തുറന്ന് ഈ കാര്യങ്ങൾ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളത് നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ജനകീയ സർക്കാർ എന്ന നിലയിൽ ഈ ഗവൺമെന്റ് എവിടെയാണ് പാളിച്ചകൾ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുമെന്നും അത് തിരുത്തുമെന്നുമാണ് എന്റെ പ്രതീക്ഷ. സാധാരണ ജനങ്ങള് ഈ വോട്ടിലൂടെ ഗവൺമെന്റിന് വളരെ കൃത്യമായ ഒരു സന്ദേശം നൽകുവാൻ പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മാത്രമല്ല, കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷ ആളുകൾ അങ്ങനെ കരുതുന്നവരാണ് എന്ന് ഈ ദിവസങ്ങളിലെ പേപ്പറുകളിലെ വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പരിഹരിക്കുന്നതിൽ അപാകതകൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കാണാതെ പോകുമ്പോൾ സർക്കാരുകൾക്ക് ജനവിധിയുടെ സമയത്ത് തിരിച്ചടികൾ ലഭിക്കുന്നത് വളരെ സാധാരണമാണ്. വളരെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് പ്രബുദ്ധരായ ജനങ്ങള് വളരെ കൃത്യമായി വോട്ടിലൂടെ അതിന് പ്രതികരിക്കാറുണ്ട്. എന്റെ അഭിപ്രായത്തില് ഈ ഇലക്ഷന്റെ സമയത്തും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങള്, അവരുടെ ജീവിത സുരക്ഷിതത്വത്തെ സംബന്ധിച്ച കാര്യങ്ങള്, ജീവിക്കാൻ ആവശ്യമായ
പ്രത്യേകിച്ച് കർഷകരായ ആളുകൾക്ക് അവരുടെ കാർഷിക വിളകൾക്ക് വില ലഭിക്കാത്ത അവസ്ഥ, അതുപോലെ ജോലി ഉള്ളവർക്കാണെങ്കിൽ അവർക്കുമുള്ള അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, സാധാരണക്കാരായ ആളുകൾ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവരുടെ കാര്യങ്ങൾ നടത്തി കിട്ടുന്നുള്ള ബുദ്ധിമുട്ട്, റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല പല കാരണങ്ങളുണ്ട്. ഗവൺമെന്റ് ഒരു വലിയ മെഷീനറിയാണ് നമുക്ക് സമ്മതിച്ചു തരൂ. പക്ഷേ ഗവൺമെന്റിന്റെ എല്ലാ മെഷീനറിയും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ജനങ്ങളുടെ സുസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇലക്ഷനിൽ അവർ വീണ്ടും തിരിച്ചു വരുന്നതും നമുക്ക് കാണാം. അല്ല, ഈ കാരണങ്ങളൊന്നും അല്ലല്ലോ. താങ്കൾ പറഞ്ഞ കാരണങ്ങളുണ്ട്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ UDF ചർച്ചയാക്കിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ചർച്ചയാക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചത് CAA പോലെയുള്ള, UCC പോലെയുള്ള വിഷയങ്ങളായിരുന്നു. പലസ്തീൻ വിഷയവും അടക്കം ചർച്ചയ്ക്ക് വന്ന് നമ്മൾ കണ്ടു. BJP സർക്കാരിൻ്റെ ഹിന്ദു നയങ്ങൾ, അതായത് മുസ്ലിം വിരുദ്ധ നയങ്ങളുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളായിരുന്നു. അതൊക്കെ വലിയ തോതിൽ എല്ലാ മേഖലകളിലും 20 മണ്ഡലങ്ങളിലും യാത്ര ചെയ്ത ആളാണ് ഞാൻ. ഇത് കേട്ടതാണ്. പ്രസംഗങ്ങളിലും അവർ പങ്കെടുക്കുന്ന ചർച്ചകളിലും മറ്റും അവർ മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ അത് ഒരു തരത്തിലും ആ വിഭാഗത്തിൻ്റെയെങ്കിലും വോട്ട് CPM-ലേക്ക് എത്തിച്ചില്ല, അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളെ അവരിൽ നിന്ന് അകറ്റി. അങ്ങനെ 2 വ്യാഖ്യാനങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ CPM എന്താണ് ഉദ്ദേശിച്ചത്? അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതിലെ ഗൗരവതരം. എനിക്ക് തോന്നുന്നത് ഈ പല വിഷയങ്ങളിലേക്ക് തിരിക്കാൻ പല കോണുകളിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ വോട്ടർമാരായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾ അവരുടെ അനുദിന ജീവിതത്തിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവര് വോട്ട് ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഭരണത്തിന് എതിരായ ഒരു വികാരം ഉണ്ടാകാൻ കാരണം അവരനുഭവിക്കുന്ന, ഈ സാധാരണ ജനം അനുഭവിക്കുന്ന ദുരിതങ്ങൾ തന്നെയാണ്. അതിനെ നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് മാറ്റിവിട്ട് താത്വികമായ അവലോകനം ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരു സാമൂഹിക ധ്രുവീകരണം ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. വിഷയങ്ങൾ നമ്മൾ കൃത്യമായി അഡ്രസ് ചെയ്യണം. ഒരു സാധാരണ മനുഷ്യൻ ഈ കേരളത്തിൽ ഇന്ന് പൊതുജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്ത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇത്തരം ഒരു വോട്ടിങ്ങിലൂടെ പ്രതികരിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ ജയരാജ്, ഇവിടെ താമര വിരിയില്ല എന്നത് CPM-ന്റെ കടുത്ത ആത്മവിശ്വാസമായിരുന്നു. കേരളത്തിൽ താമര വിരിയില്ല, ഒരു തരത്തിലും ഒരിടത്തും വിജയിക്കില്ല എന്ന് എല്ലാ ചർച്ചകളിലും പ്രസംഗങ്ങളിലും CPM നേതാക്കൾ, പ്രതിനിധികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അത് സംഭവിച്ചു, വലിയ തോതിൽ സംഭവിച്ചു. അതുമാത്രമല്ല, 11ഓളം മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത് വരുന്ന, CPM-ന്റെ മന്ത്രിമാരടക്കം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത് വരുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ആലപ്പുഴയിലും ആറ്റിങ്ങലിലുമൊക്കെ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ജനം മുഖവിലേക്ക് എടുത്തില്ല. അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ ശ്രീ ഫാദർ പറഞ്ഞതുപോലെയുള്ള പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഒപ്പം നിങ്ങൾ വിചാരിച്ച തലങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ നിങ്ങൾക്ക് ലഭിച്ചില്ല. ഉദാഹരണമായി മുസ്ലിം സമുദായങ്ങളുടെ വോട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട ചില പ്രീണന നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു, അത് ലഭിച്ചില്ല. മലപ്പുറത്തേക്കുള്ള വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ അത് കൃത്യമായി മനസ്സിലാകും. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് പൂർണ്ണമായും കൈവിടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. കോട്ടയത്തും പത്തനംതിട്ടയിലുമൊക്കെ സംഭവിച്ചു നമ്മൾ കണ്ടു. അങ്ങനെ ഒരു മേഖലയിലും ലഭിക്കാതിരിക്കുന്ന വോട്ടുകൾ അത് 2019 തോൽവിയേക്കാളും കനത്തതാണ് 2024 എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കളുടെ മറുപടി എന്തായിരിക്കും? കേൾക്കാമോ ശ്രീ ജയരാജ്? കേൾക്കാമോ സാർ? ജയരാജ് സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ സാർ. കേട്ടിരുന്നോ? ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാൻ കഴിയുന്നില്ല, ചോദ്യമൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. 2019 തോൽവിയേക്കാൾ കനത്തതാണ് 2024 തോൽവി. അതിനൊരുപാട് പലവിധ കാരണങ്ങളുണ്ട്. അതിപ്പോൾ ഒരു സീറ്റിന്റെ മാത്രം വിഷയമല്ല, മറ്റു പലവിധ ഘടകങ്ങളുണ്ട്. BJP-യുടെ അസാധാരണമായ വളർച്ച നമ്മൾ കേരളത്തിൽ കാണുന്ന പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് ആ തോൽവിയെ താങ്കൾ വിലയിരുത്തുന്നത്? സൗണ്ട് ഒന്ന് കൂട്ടുമോ? കേൾക്കാൻ പറ്റുന്നില്ല, ഒന്നും കേൾക്കാൻ പറ്റില്ല. ജയരാജ് സാർ തിരിച്ചു വരാം. ശ്രീപത്മനാഭൻ പറയുന്ന തിരിച്ചു വരാം. അത് PC ശരിയാക്കുമെന്ന് കരുതുന്നു. ശ്രീപത്മനാഭൻ, ഇവിടെ ഈ വല്ലാത്ത തരത്തിൽ ഇപ്പോൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അത് BJP ആഘോഷിക്കുന്നു.
പല മണ്ഡലങ്ങളിലും വോട്ട് വർധനവുണ്ടായി എന്നുള്ളത്, ഏറ്റവും കൂടുതൽ വളർച്ചയുണ്ടായ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ BJP ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിന് ഈ പറയുന്ന പലവിധ കാരണങ്ങളുണ്ട്. CPM അടക്കം മുന്നോട്ട് വെക്കുന്ന പലവിധ കാരണങ്ങൾ. ഉദാഹരണമായി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് വിജയമുണ്ടായത്. അത് BJP വോട്ടുകൾ മാത്രമല്ല അവിടെ സഹായിച്ചത് എന്ന് പറയുന്നു. മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായത് എന്ന് പറയുന്ന വോട്ട് വർധനവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാരണങ്ങൾ ചൂണ്ടിക്കാണിട്ടുണ്ട്. ഇതിനൊക്കെ അപ്പുറം ഈ കേരളത്തിലുണ്ടാകുന്ന പലവിധങ്ങളായ ധ്രുവീകരണം, കൂടുതൽ സമുദായങ്ങൾ BJPയിൽ അടുക്കാൻ കഴിഞ്ഞ കുറേ നാളെ ശ്രമിക്കുന്നതിൻ്റെ റിസൾട്ട്, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ലഭ്യമായി തുടങ്ങി, ഈ തെരഞ്ഞെടുപ്പിലൂടെയെങ്കിലും ലഭ്യമായി തുടങ്ങി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഞാന് ഈ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന്റെ കാരണം ആദ്യം പറയാം. നമ്മള് പല പല കാരണങ്ങൾ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന്റെ കാരണമായി പറയുന്നു. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ കേരളത്തിലെ 6-7 ലോക്സഭാ മണ്ഡലങ്ങളിൽ യാത്ര ചെയ്തൊരു വ്യക്തിയാണ്. എല്ലാ സ്ഥലത്തും ഞാൻ മനസ്സിലാക്കിയ എല്ലാ സ്ഥലത്തും എനിക്ക് ഫീൽ ചെയ്ത കാര്യം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നേരിടുന്ന അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി, കേരള സർക്കാർ നേരിടുന്ന അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ നിന്നും ഉണ്ടാവുന്ന പല വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതായത് കേരളത്തിൽ 34 ലക്ഷം ആളുകൾ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. വയസ്സായ ആളുകള്, അവർക്ക് മരുന്ന് വാങ്ങാൻ, അവർക്ക് വസ്ത്രം വാങ്ങാൻ, അവർക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ, കാരണം മാസം ഒരു 1600 രൂപ എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ട് ആണ്. അപ്പൊ അത് കഴിഞ്ഞ കുറെ മാസങ്ങളായി നിലച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വിഷുവിന് അവർ വലിയൊരു സംഖ്യ പ്രതീക്ഷിച്ചു, പക്ഷെ അവർ പ്രതീക്ഷിച്ച സംഖ്യ ലഭിച്ചില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അവരുടെ വിഷു ഇത്തവണ വളരെ മോശമായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ ഒരു വലിയ പ്രശ്നം ഞാനിപ്പോ അടുത്ത കാലത്ത് മനസ്സിലാക്കിയത്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിലൊക്കെ വീടിന് വേണ്ടി പ്ലാൻ സമർപ്പിച്ചിട്ട് അത് അവിടെ കെട്ടിക്കിടക്കുക, ആയിരക്കണക്കിന് പ്ലാനുകൾ കെട്ടിക്കിടക്കുക. കാരണം ഈ പ്ലാൻ പാസ്സാവണമെങ്കിൽ വലിയൊരു പൈസ ഇപ്പൊ അടക്കണം. അപ്പൊ അത് ഇല്ലാത്തത് കൊണ്ട്, പ്ലാൻ പാസ്സാക്കാനുള്ള പൈസ അടയ്ക്കാത്തത് കൊണ്ട് വീടിന്റെ പ്ലാൻ പാസ്സാക്കി എടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഈ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഉണ്ടായ വിഷയങ്ങളാണ്. അപ്പോ ഇങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പല വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇപ്പൊ രണ്ടെണ്ണേ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന കാര്യത്തിലും മറുപടിയുണ്ട്. നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതും MV ഗോവിന്ദൻ മാസ്റ്റർ പ്രസംഗത്തിൽ പറഞ്ഞതുമൊക്കെ കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെരുക്കുകയാണ്, അതുകൊണ്ടാണ് ഇത്ര വലിയ സാമ്പത്തിക പ്രശ്നമെന്നാണ്. അത് അവരുടെ ആ വാദം വിജയിക്കുമായിരുന്നു. എപ്പോൾ അറിയാം, കേരളം സുപ്രീം കോടതിയെ സമീപിച്ചു. എന്ത് പറഞ്ഞിട്ടാണ് പോയത്? 57,000 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം തരാനുണ്ട്, അത് തരുന്നില്ല, അത് ചോദിച്ച് കേസ് കൊടുത്ത് വാങ്ങാനാണ് ഞങ്ങൾ പോകുന്നതെന്നാ പറഞ്ഞത്. പക്ഷേ സുപ്രീം കോടതിയിൽ ഇവിടെ അഭിഭാഷകർ എന്താണ് ആവശ്യപ്പെട്ടത്? 28,000 കോടി രൂപ കടമെടുക്കാനുള്ള സമ്മതം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ കേന്ദ്രം പറഞ്ഞു 13,000 ചില്ലുവാനം കോടി രൂപ ഇവർക്ക് നിയമപ്രകാരം മാർച്ച് 31 മുമ്പ് കടമെടുക്കാനുള്ള അവകാശമുണ്ട്, അത് എടുത്തോട്ടെ, അതിനപ്പുറം പോകാൻ സാധ്യമല്ല. അപ്പൊ സുപ്രീം കോടതി അത് എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അത് പോരാ, 15,000 കോടി രൂപ കൂടി വേണമെന്നാണ്. ആ ആവശ്യം അവിടെ അംഗീകരിക്കപ്പെട്ടില്ല. അപ്പൊ 57,000 കോടി രൂപ കേന്ദ്രം തരാനുണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തവർ സുപ്രീം കോടതിയിൽ 28,000 കോടി രൂപ കടമെടുക്കാനുള്ള അനുവാദത്തിന് വേണ്ടിയാണ് വാദിച്ചത്. അതോടുകൂടി അത് പൊളിഞ്ഞുപോയി. അപ്പോ ഇത് കുറെയൊക്കെ വരുത്തി വെച്ച പ്രശ്നങ്ങളാണ്. ഇവിടത്തെ പാഴ്ചെലവുകൾ, ഇവിടത്തെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, ഇവിടെ ആവശ്യത്തിനും അനാവശ്യത്തിനും കടം വാങ്ങുന്ന പരിപാടി, കടം കുമിഞ്ഞുകൂടി, പലിശ കുമിഞ്ഞുകൂടി, വരുമാനത്തിന്റെ വലിയൊരു ശതമാനം പലിശ അടച്ചു വീട്ടാൻ വേണ്ടി നീക്കിവെക്കേണ്ട സാഹചര്യം, ഇതൊക്കെ കൂടി ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തവണ പരാജയപ്പെടാൻ കാരണം. 19 ശബരിമല വിഷയമായിരുന്നു, അത് ആ വിഷയത്തെ അവർ പിൻവാങ്ങിയപ്പോൾ ആ പ്രശ്നം തീർന്നു. പക്ഷെ ഈ പ്രശ്നം എങ്ങനെ തീർക്കും? ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ മറികടക്കും? അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഈ സർക്കാരിനെതിരെ ഒരു വലിയ വിഷയമായി വന്നു. ഇത് നമ്മൾ പുറമെ കണ്ടില്ല, ഇത് ഉള്ളിലുണ്ടായിരുന്നു, അടിത്തട്ടിലുണ്ടായിരുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വിഷയമാണ്.
പിന്നെ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വിഷയങ്ങളാണ് ഇടതുപക്ഷ മുന്നണി ഉന്നയിച്ചത്. അതുകൊണ്ട് അവർ രജിസ്റ്റർ വോട്ടിട്ട് കിട്ടിയതുമില്ല. എന്നാൽ അവർ ആരെയാണോ ടാർഗറ്റ് ചെയ്തത് അവര് ആ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന സമുദായങ്ങൾ അവർക്കെതിരായി വോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോ ഇവർ ആഗ്രഹിച്ചത് നടന്നതുമില്ല. എന്നാൽ ഇവർക്ക് താല്പര്യമില്ലാത്ത ആളുകൾ സംഘടിതമായി ഇവർക്കെതിരെ വോട്ട് ചെയ്തു. അതിൽ 1% വോട്ട് BJPക്ക് പുതിയതായി ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ ഗുണം BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അത് BJPക്ക് വലിയ തോതിലുള്ള വോട്ട് വർധനവിൽ കലാശിച്ചിട്ടുണ്ട്. ഒരു സീറ്റ് ലഭിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ പ്രാഥമികമായി ഇടതുപക്ഷ മുന്നണി നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ വലിയ പരാജയത്തിന് കാരണം. ഇത് പരിഹരിക്കാതെ 2026 വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താനുള്ള ന്യായം ഇല്ല എന്നാണ് എനിക്ക് പറയാം. ഒപ്പം മറ്റു ചില ഘടകങ്ങൾ കൂടി ചേർത്ത് വെക്കണ്ടേ സാർ? അതായത് ഈ പല വിഭാഗങ്ങൾ, നമുക്കറിയാം മുസ്ലിം വിഭാഗത്തിന് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം സംസാരിച്ചത്, ഏറ്റവും കൂടുതൽ സംസാരിച്ചത് CPM ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CAA ആയാലും UCC അടക്കമായാലും ഒക്കെയുള്ള സംഗതികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായി. ഇത്തരത്തിലുള്ള പ്രീണനത്തിന് ശ്രമിച്ചപ്പോൾ ആ വോട്ട് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ക്രിസ്ത്യൻ ഈഴവ വോട്ടുകൾ കാര്യമായി ആ കേന്ദ്രങ്ങളിൽ കാര്യമായി നഷ്ടം സംഭവിക്കുകയാണ് CPM-ന്. ഇന്നലെ വെള്ളാപ്പള്ളി നടേശനൊക്കെ ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അതാണ്. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും അകലുന്ന പശ്ചാത്തലം, താങ്കൾ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾക്കപ്പുറം അതിനെ അതിജീവിക്കുക എന്നതാണ് അവർക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി. അല്ല, ഇവിടെ ഒരു വിഷയം എന്താ അറിയാം, CPM-ന് കണക്കൂട്ടിൽ തെറ്റിയത് അവരുടെ കോർ വോട്ട് ഏതാണെന്ന് അവർ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ പിന്നാക്ക സമുദായം, പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട പിന്നാക്ക സമുദായങ്ങളാണ് CPM-ന്റെ കോർ വോട്ട്, ഫൗണ്ടേഷൻ. അവരെ വിസ്മരിച്ചു CPM. അവിടെ ഈ പെൻഷൻ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ഇവർക്കാണ്, ഈ വിഭാഗങ്ങൾക്കാണ്. അവരെ വിസ്മരിക്കുകയും പുതിയ വോട്ട് ബാങ്കുകൾ തേടിപ്പോവുകയും ചെയ്തു. അതായത് മുസ്ലിം വോട്ട് ബാങ്ക് പതുക്കെ ലീഗിൽ നിന്നും അടർത്തിയെടുത്ത് അത് ഞങ്ങൾക്ക് എന്നേക്കുമായി ഞങ്ങളുടെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ ആക്കാമെന്ന പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് UCCയും CAA ഒക്കെ എടുത്തിട്ടത്. അതൊക്കെ പറഞ്ഞ് മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്തിയപ്പോൾ അവര് കോൺഗ്രസിന് വോട്ട് ചെയ്തു. പക്ഷെ ഇവർക്ക് വോട്ട് ചെയ്തില്ല. എന്നാൽ ഇവർക്ക് അവരുടെ കോർ വോട്ടിനെ, ബാങ്കിനെ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. അതിന് ഈ വിഷയം, ഈ അനാവശ്യമായി CAA UCC എടുത്തിട്ടത്, അവരെ പാലസ്തീനൊക്കെ എടുത്തിട്ടത് അല്ലെങ്കിൽ ഹമാസ് ഒക്കെ എടുത്തിട്ട് ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ വിഷയം, ഏറ്റവും ഗുരുതരമായ രീതിയിൽ ബാധിച്ചിട്ടുള്ള വിഭാഗം ഈ രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട പിന്നാക്ക വിഭാഗങ്ങളാണ്. അത് CPM-ന്റെ ഒരു അടിസ്ഥാന വോട്ട് ബാങ്കാണ്. അവിടെ വലിയ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം CPM അംഗീകരിച്ചേ മതിയാവും. ശ്രീ ജയരാജ് സാർ, കേൾക്കാമോ? എന്റെ ചോദ്യം കേൾക്കാമോ? കേൾക്കാം. ഞാൻ നേരത്തെ ചോദിച്ച മറ്റൊന്നുമല്ല, ഈ 2024 പരാജയം എന്ന് പറയുന്നത് അതിന് പലവിധ കാരണങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രി തുറന്ന് സമ്മതിക്കുന്നില്ല. ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ തിരിച്ചു വരുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ തോറ്റു, നന്നായി തോറ്റു എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അത് തുറന്നു പറയുകയാണ്. അതിന് തോറ്റിട്ട് പിന്നെ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയും കൂടി ആയിരിക്കാം. അപ്പോൾ ഇത് പാർട്ടി അണികൾക്കിടയിൽ, നേതാക്കൾക്കിടയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ, സോഷ്യൽ മീഡിയ ചർച്ചകൾക്കെതിരെ ഒക്കെ ഇന്നലെ ജയരാജന്മാരടക്കം രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ ആത്മവിശ്വാസം എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. 2019 തോൽവിക്ക് ശേഷം 2021 തിരിച്ചു വന്നതുപോലെ തിരിച്ചുവരവിന് സാധ്യമാണോ CPM-ന്? ഇതിനകത്ത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ കേരളത്തിലുണ്ടായിരുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം. മുമ്പ് ഒരു രാജ്യത്തിനെ ആക്രമിച്ച് കീഴടക്കണമെങ്കിൽ, ഇപ്പൊ രാജ്യം ആണെങ്കിൽ ആ രാജ്യത്ത് പോയി ആക്രമിച്ച് കീഴടക്കണമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. മറ്റു പല സംഘടനകൾ ഉപയോഗിച്ച് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതേ ടെക്നിക് തന്നെയാണ് BJP കേരള സംസ്ഥാനത്തിന്റെ പേരിൽ ചെയ്തത്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ കേരളം സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ അണ്ടറിൽ തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ക്ഷേമ പെൻഷനുകൾ മുടങ്ങി. ക്ഷേമ പെൻഷനുകൾ സർക്കാർ കൊടുക്കേണ്ടെന്ന ആവശ്യമില്ല എന്നായിരുന്നു കേന്ദ്രം അതിശക്തമായി പറഞ്ഞത്. അങ്ങനെ ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടെന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ കേരളത്തിന്റെ നയം അതായിരുന്നില്ല. അതുപോലെ പെൻഷനുകൾ മുടങ്ങി. അതുപോലെ മറ്റു പല സാധനങ്ങളുടെയും കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചു. അങ്ങനെ നമ്മൾ വ്യാപകമായ രീതിയിൽ കേരളത്തിന് താങ്ങാവുന്നതിനേക്കാളും അപ്പുറത്തിലധികം കടബാധ്യത തലയിൽ കെട്ടിവെക്കുകയും എന്നാൽ എല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, തൊഴിൽന്യായങ്ങൾ പറഞ്ഞ് കിട്ടാനുള്ള പൈസ മൊത്തം തടയുകയും ചെയ്തത് ഒരു ഭാഗത്ത്. എന്നാൽ ഇതിനെതിരെ കേരള സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് അതിനെതിരെ യോജിച്ച് പോരാടുന്ന കോൺഗ്രസ്, BJPക്കെതിരെ യോജിച്ച് പോരാടുന്ന കോൺഗ്രസ് ഈ സമയത്ത്
സംസ്ഥാന ഗവൺമെന്റ് കൂടുതൽ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ അവർക്ക് 7 വർഷമായി അധികാരത്തിൽ വരാതിരിക്കുകയാണ്. തിരിച്ച് അധികാരത്തിൽ വരാമെന്നുള്ള അത്യാർത്ഥിയും ദുരാഗ്രഹവും മൂലം അവർ BJP-യെ പരോക്ഷമായി സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവർ തമ്മിലൊരു നീക്കുപോക്ക് ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി കൊടുത്തത്. അല്ലെങ്കിൽ 86,000 വോട്ടുകളൊന്നും അവിടെ നഷ്ടമാവത്തൊന്നുമില്ല. അത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. അതിന്റെ അനുരണങ്ങൾ എല്ലാ ജില്ലകളിലും എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഉണ്ടായി. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോലീബി സഖ്യം ജയരാജ്, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പലവിധ കാര്യങ്ങൾ, സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കുറ്റപ്പെടുത്തുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം നിങ്ങളുടെ പ്രചരണ തന്ത്രം അവിടേക്കാണ്. പക്ഷേ കേരളത്തിൽ ഉണ്ടായ വിവിധങ്ങളായ പ്രശ്നങ്ങൾ നേരത്തെ ഉള്ളവർ ചൂണ്ടിക്കാട്ടിയതുപോലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം, ക്ഷേമ പെൻഷൻ ആൾക്കാർക്ക് ലഭിക്കാത്ത പ്രശ്നമുണ്ടായിരുന്നു. അത് നിങ്ങൾ അഡ്രസ് ചെയ്യാൻ പോയില്ല, നിങ്ങൾ അതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ പോയില്ല. കരുവന്നൂർ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സാധാരണക്കാരെ ബാധിച്ച വിഷയമുണ്ട്. ഞാൻ പറയുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഗവൺമെന്റ് ശൗര്യം ചർച്ച ചെയ്തതാണ്, സപ്ലൈകോയിലെ സാധനങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്, അനധികൃത നിയമനങ്ങൾ ചർച്ച ചെയ്തതാണ്, വിദേശയാത്ര ചർച്ച ചെയ്തതാണ്, മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ചർച്ച ചെയ്തു. പക്ഷെ അതിനെയൊക്കെ മറയ്ക്കാനായി നിങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന വാദം മാത്രമാണ് ഈ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ലേ ജനം മനസ്സിലാക്കിയത്? അങ്ങനെയല്ല രഞ്ജിത്ത്, അത് മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല. രഞ്ജിത്ത്, എനിക്ക് പറയാൻ അവസരം തരുമോ? പറയൂ. ഞാൻ പറയട്ടെ. പറയൂ. ഇതിനകത്ത് അങ്ങനെയല്ല നമ്മൾ ആ വിഷയത്തിനെ നോക്കിക്കാണുന്നത്. രാവിലെ ഉറക്കം എണീറ്റ് ചില ആളുകൾക്ക് ശരീരവേദന, ഇന്നൊരു ഡോളോ കഴിച്ചു കളയാം എന്ന് കരുതി രാവിലെ എണീറ്റ് പിണറായി വിജയനെ 4 ചീത്ത വിളിക്കുന്ന മാധ്യമങ്ങളാണ് 4 ചുറ്റിനുള്ളത്. സ്ഥിരമായിട്ട് എന്ത് ചെയ്താലും ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നതാണ് പോലെ എന്ത് കാര്യം പറഞ്ഞാലും അന്ധമായ ഈ സർക്കാരിനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ, എന്തെല്ലാം ഫ്ലിംസി ആരോപണങ്ങൾ പിറ്റേ ദിവസം നീർക്കുമുള പോലെ പിറ്റേ ദിവസം പൊട്ടിയാൽ പോലും ആ ആരോപണത്തിനെതിരെ ഒരു മാപ്പ് പറയാനോ അല്ലെങ്കിൽ അത് തെറ്റായി പോയെന്ന് പറയാനോ മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല. അതൊരു ഭാഗം കൊണ്ടുപിടിച്ച പ്രചരണം വേറെ ഭാഗത്ത് നടക്കുന്നു. മറ്റൊരു സ്ഥലത്ത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ചേർന്ന് കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള പരിപാടികൾ. ഇത്തരം കാര്യങ്ങളെല്ലാം സാധനങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഉൾപാർട്ടി ചർച്ചയിൽ വരുന്നുണ്ട്. ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായി മേളിൽ നിന്ന് താഴോട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു സംവിധാനമല്ല CPM-നുള്ളത്. സാധാരണ താഴെ ബ്രാഞ്ചുകളിൽ നിന്ന് ചർച്ച ലോക്കൽ തലത്തിൽ പോയി, അവിടുന്ന് ഏരിയ തലത്തിൽ പോയി, അവിടുന്ന് ജില്ലാ തലത്തിൽ പോയി, അവിടുന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ പോയി, അങ്ങനെയാണ് അതിന്റെ ഒരു ഘടന. അപ്പൊ ഉൾപാർട്ടി ജനാധിപത്യം കൃത്യമായി കീപ്പ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് ജനങ്ങളോട് തുറന്നു പറയേണ്ടുന്ന കാര്യമില്ല. എന്നാലും ഇത്തവണ എന്തുകൊണ്ട് പരാജയം ഉണ്ടായി എന്നുള്ള അനുഭാവികളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഗോവിന്ദമാഷ് പറഞ്ഞത് നന്നായി തോറ്റു, അതിന്റെ കാരണങ്ങൾ പരിശോധിക്കും, കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യും എന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ലേ ഒരു തോൽവി അല്ലെങ്കിൽ ഒരു തോൽവി നമ്മൾ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഒരു തോൽവി തന്നെയാണ്. എന്തുകൊണ്ട് ഇവരെല്ലാരും കൂടി ഒരുമിച്ച് ചേർന്നു, അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ കണ്ടുകൂടായിരുന്നോ, അതിനെ തടയിടാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ അണികൾ ചോദിക്കില്ലേ? അപ്പൊ അത് ചോദിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ എക്സ്പ്ലനേഷന് ചർച്ചകൾ ഉണ്ടാകണം. അല്ലാതെ ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അദ്ദേഹം മൂലമാണ് ഇങ്ങനെ സംഭവം ഉണ്ടായെന്നൊക്കെ പറയുന്നത് അത് വളരെ ഫ്ലിംസി ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. മുഖ്യമന്ത്രി ഗോവിന്ദൻ മാസ്റ്റർ കാണിച്ച ജനങ്ങളോട് പറയാൻ, പാർട്ടി പ്രവർത്തകരോട് പറയാൻ കാണിച്ച ആ തരത്തിലുള്ള ഒരു ആത്മാർത്ഥത മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ തോൽവിയെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരു വൈദികനെ അദ്ദേഹം സംബോധന ചെയ്ത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ചില വിവരദോഷികൾ ഉണ്ടാകാം എന്ന് മുഖ്യമന്ത്രിയുടെ ശൈലി മാറാത്ത മുഖ്യമന്ത്രി നമ്മൾ കണ്ടു. വിവരദോഷികൾ ഉണ്ടാകാം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി രാജിവെക്കാത്തത് എന്തുകൊണ്ട്? ഈ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ കുറിച്ച് ഇത്തരം അഭിപ്രായങ്ങൾ പറയാത്തത് എന്തുകൊണ്ടാണ്? എത്ര കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഈ വിഷയം ഉണ്ടായില്ലേ, ആന്ധ്രയിൽ ഈ വിഷയം ഉണ്ടായില്ലേ, ഒറീസയിൽ ഈ വിഷയം ഉണ്ടായില്ലേ, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ കെജ്രിവാൾ ഭരിക്കുന്ന ഡൽഹിയിൽ ഈ വിഷയം ഉണ്ടായില്ലേ? അന്നേരം ആരും ആന്റി ഇൻകംബൻസി ഫാക്ടറിനെ കുറിച്ച് ഇത്ര കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കടന്നാക്രമിക്കുന്നത്, വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? അതിനെതിരെ തീർച്ചയായിട്ടുള്ള പരിശോധന നടത്തുക. എന്തുകൊണ്ടാണ് ഇത്രയധികം ആരോപണം വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കും. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇറാഖ് വാർ വരെയൊക്കെ പോകേണ്ടി വരും. അവിടെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് കാർഡ് വെച്ചിട്ടാണ് ഓരോരുത്തരെയും, ഇപ്പൊ കെമിക്കൽ അലി അയാളെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ആയിരുന്നല്ലോ, അപ്പൊ ഓരോ കാർഡുകൾ എഴുതിട്ടിട്ട് അവസാനം സദ്ദാം ഹുസൈനെ കീഴടക്കുന്നത് പോലെ അങ്ങനെ ഒരു തന്ത്രമാണ്. അതായത് കിങ്ങിനെ ആക്രമിക്കുക, അല്ലെങ്കിൽ ലീഡറിനെ ആക്രമിക്കുക, മെയിൻ ലീഡറിനെ ആക്രമിക്കുക. ആ ആക്രമണത്തിലൂടെ അതാണ്. എന്തുകൊണ്ട് മോഡിക്ക് ഏറ്റ പരാജയത്തിനെ കുറിച്ച് പറയുന്നില്ല? മോഡിയെ ഉത്തരേന്ത്യൻ അതും ചർച്ച ചെയ്യുന്നുണ്ട് സാർ, അതും ചർച്ച ചെയ്യുന്നുണ്ട്. ശ്രീ റോണി വളരെ പ്രധാനപ്പെട്ട കാര്യം, അതായത് BJP-യുടെ കേരളത്തിലെ ഒരു വളർച്ചയുണ്ടല്ലോ, അത് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട കഴിഞ്ഞ കുറെ നാളുകളായി അവർ
പ്രധാനമായും താമര വിരിയിക്കാൻ ശ്രമിച്ചു. സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയമൊന്നും അങ്ങനെ മാറ്റി നിർത്തപ്പെടാവുന്നൊരു വിജയമല്ല, ഐതിഹാസികമായ വിജയമായി തന്നെ രേഖപ്പെടുത്തേണ്ട ഒന്നാണ്. കാരണം നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ് നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ വോട്ടുകളാണ് കൂടുതലായി അവിടെ പോയ പശ്ചാത്തലം ഒരുങ്ങിയത്. ഈ ആലപ്പുഴയിലുണ്ടായ വോട്ടിൽ ഉണ്ടായ വർധനവ് നമ്മൾ കണ്ടതാണ്, ആറ്റിങ്ങിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്, അങ്ങനെ പലവിധ മണ്ഡലങ്ങളിലും സംഭവിച്ചതാണ്. ഇതൊരു താൽക്കാലിക പ്രതിഭാസമായി ഈ ഘട്ടത്തിൽ കാണാനാവില്ല. കാരണം ആ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ അവർ നേരത്തെ നടത്തിയിരുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. സർക്കാർ വിരുദ്ധ വികാരത്തിനൊപ്പം നിങ്ങളുടെ വോട്ടുകൾ കൂടി പോകുന്ന പശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൽ BJP. സെറോണി, നമുക്കറിയാം ഏതൊരു പൊതു തെരഞ്ഞെടുപ്പ് വന്നാലും സ്വാഭാവികമായിട്ടും UDF-നാണ് കേരളത്തിൽ മേൽക്കൈ കിട്ടാറുള്ളത്. പക്ഷെ 2024 ഇത്രയും ആധികാരികമായ ഒരു വിജയത്തിലേക്ക് UDF പോകുവാൻ കാരണം എന്ന് പറയുന്നത് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. കാരണം 10ഓളം മണ്ഡലങ്ങളിൽ UDF ജയിച്ചിരിക്കുന്നത് അത് CPM-ന്റെ കോട്ടകൾ എന്ന് പറയുന്ന കണ്ണൂർ ഉൾപ്പെടെ, വടകര ഉൾപ്പെടെ, കാസർഗോഡ് ഉൾപ്പെടെ അവസാന നിമിഷം പോലും CPM ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന സ്ഥലങ്ങളിൽ പോലും UDF വലിയ വിജയം നേടിയതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇവിടെയുള്ള CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരം തന്നെയാണ്. പക്ഷെ അത് കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് മാത്രം മനസ്സിലാകുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ സുഹൃത്ത് ഡോക്ടർ ജയരാജ് പറയുന്നു, ഇവിടെ മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടത്. നമുക്കറിയാം കേരളത്തിലെ 45 ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ, ആ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മുഴുവൻ നയിച്ചത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. രാവിലെ ഉച്ചയ്ക്കും പത്രസമ്മേളനം നടത്തി, വൈകുന്നേരവും പത്രസമ്മേളനം നടത്തി, അതിനിശ്ചിതമായി കോൺഗ്രസിനെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിമർശനം മുഴുവൻ ആർക്കെതിരെയായിരുന്നു? കോൺഗ്രസിനെതിരെയായിരുന്നു. എന്നിട്ട് ഇവിടെ ഈ പറയുന്ന നിയമസഭയിൽ എന്താ അവസാനം മുഖ്യമന്ത്രി പറഞ്ഞത്? മുഖ്യമന്ത്രി ആകെ വന്ന ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നിയമസഭയിൽ നടത്തിയ സ്റ്റേറ്റ്മെന്റാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, കേരളം കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ മോദിക്കെതിരെ വോട്ട് ചെയ്തു, അതുകൊണ്ട് പിന്നെ കോൺഗ്രസിന് കൂടുതൽ വോട്ട് കിട്ടി. അല്ലാതെ തങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് സത്യസന്ധമായോ വസ്തുനിഷ്ഠമായോ ഒരു പരിശോധന നടത്തുവാനായിട്ട് ഇവിടെ ഇടതുപക്ഷം തയ്യാറാകുന്നില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അവര് ഒരു കാലത്തും തെറ്റുകൾ തിരുത്തുവാനോ, കാരണം തെറ്റുകൾ വന്നു എന്ന് ചെയ്താലേ മാത്രമേ തെറ്റുകൾ തിരുത്താൻ കഴിയുള്ളൂ. പക്ഷേ ഒരിക്കലും അവർ തെറ്റ് തിരുത്താൻ തയ്യാറാകുന്നില്ല. കാരണം എന്താ? കേരളത്തിലെ CPM-ൽ നിന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല, കേരളത്തിലെ CPM-ൽ നിന്നുള്ളത് പിണറായി ശൈലിയാണ്, പിണറായിസമാണ്. ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന പിണറായിസമാണ്. കാരണം പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയന്റെ അതേ ശരീരഭാഷയും അതേ സംസ്ഥാനവും അതേ ശൈലിയുമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ തെറ്റുകൾ അല്ല വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുവാൻ തയ്യാറായ ബഹുമാനപ്പെട്ട പുരോഹിത ശ്രേഷ്ഠൻ. അദ്ദേഹം എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ആളാണ്. അദ്ദേഹമാണ് കേരളത്തിൽ ഇടതുപക്ഷമാണ് ഹൃദയപക്ഷം എന്ന മുദ്രാവാക്യം തന്നെ ആദ്യം കൊണ്ടുവന്നത്. ആ പുരോഹിതൻ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് അത് വിവരദോഷിയാണ് അല്ലെങ്കിൽ വിവരദോഷമാണ്. അതിന് നൽകുന്ന മെസ്സേജ് എന്താ? ഈ തെറ്റുകൾ അഡ്മിറ്റ് ചെയ്യുവാൻ, തെറ്റുകൾ ഉൾക്കൊള്ളുവാനായിട്ട് ഇവിടെ CPM തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഇനി എന്നോട് ചോദിച്ച ചോദ്യം, BJP കേരളത്തിൽ വളരുന്നു. കേരളത്തിൽ BJP വളരുന്നതിന്റെ ഒന്നാമത്തെ ഇവിടെ ഉത്തരവാദി എന്ന് പറയുന്നത് CPM മാത്രമാണ്. വേണമെങ്കിൽ തൃശ്ശൂർ ഒരു ഉദാഹരണം മാത്രമായി വേണമെങ്കിൽ കോൺഗ്രസിനെ അടിക്കാൻ വേണമെങ്കിൽ പറയാം തൃശ്ശൂർ. പക്ഷെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, 1952 മുതൽ നടന്ന 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ തൃശ്ശൂർ ജയിച്ചിരിക്കുന്നത് ഇടതുപക്ഷമാണ്. 7 തവണ മാത്രമേ ഒരിക്കലും കോൺഗ്രസിന് ഒരു കോട്ടയല്ല. ഇവിടെ 96,000 വോട്ട് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി സീറ്റുകളിലും ജയിച്ചത് ഇടതുപക്ഷമാണ്. അത് ഇടതുപക്ഷം ജയിച്ചത് 1000-2000 വോട്ടിനാണോ? ഈ പറയുന്ന ഓരോ കോൺസ്റ്റിറ്റ്യുവൻസികളിലെ മാർജിൻ നിങ്ങൾ പരിശോധിക്കണം. ഉദാഹരണം പൊന്നൂര്, അവിടെ CPM ഈ പറഞ്ഞ മുഖ്യമന്ത്രി K. രാജൻ ജയിച്ചു. അല്ല, ഈ തല്ല് തുടങ്ങിയത് കോൺഗ്രസിലാണ്. ശ്രീ റോണി, തല്ല് തുടങ്ങിയത് കോൺഗ്രസിലാണ്. DCC പിരിച്ചുവിടേണ്ടി വന്നു. പാർട്ടിക്കാർക്ക് പോലും ബോധ്യമുണ്ടെന്നേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കോൺഗ്രസ് വോട്ടുകളെല്ലാം ഒഴുകിപ്പോയി എന്ന് പറയുമ്പോൾ ഈ തൃശ്ശൂർ ഒഴികെ ബാക്കി 19 സീറ്റ് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണിത്, നിയമസഭാ തെരഞ്ഞെടുപ്പല്ല. അല്ല, തല്ല് തുടങ്ങിയത് കോൺഗ്രസിലാണ്. നമ്മൾ DCC ഓഫീസിൽ കണ്ട അടിബഹളമൊക്കെ നമ്മൾ തത്സമയം കണ്ടവരാണ്. അല്ല, ആലപ്പുഴ പാർലമെന്റ് സീറ്റിൽ CPM-ന് കിട്ടിയ 1,04,000 വോട്ട് എവിടെ പോയി? ആ കണക്കുകൾ പരിശോധിക്കണ്ടേ? ഈ തൃശ്ശൂരിലെ വിജയത്തിന് ശേഷം സുരേഷ് ഗോപി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം തൃശ്ശൂരിൽ എന്താണ് ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഘടകങ്ങൾ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആലപ്പുഴയിൽ ആരിഫും ശോഭാ സുരേന്ദ്രനുമായുള്ള വ്യത്യാസം കേവലം 44,000 വോട്ട് മാത്രമാണ്. കരുവന്നൂർ എന്തോ ആലപ്പുഴയിൽ ആരിഫും ശോഭാ സുരേന്ദ്രനുള്ള വ്യത്യാസം കേവലം 44,000 വോട്ട് മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം അവിടെയും നമ്മള് ആറ്റിങ്ങൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പാലക്കാട് ഉൾപ്പെടെ, ആലപ്പുഴ ഉൾപ്പെടെ, ഞങ്ങൾ പത്തനംതിട്ട ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും നമ്മൾ പരിശോധിക്കണം.
എവിടെയാണ് കൃത്യമായി തന്നെ BJP വോട്ട് കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM വോട്ടുകൾ കുറയുന്നു, LDF വോട്ടുകൾ കുറയുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ കൃത്യമായി അതിന്റെ ഉദാഹരണമാണല്ലോ 110 സീറ്റുകളിൽ അസംബ്ലി മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ BJPയും LDF തമ്മിൽ വ്യത്യാസം 6-7 നിയമസഭ മാറ്റുക. ഈ ട്രെൻഡ് മുന്നോട്ട് പോയാൽ 2026 കേരള നിയമസഭയിൽ ഒരുപക്ഷെ LDF-നേക്കാൾ മുകളിൽ സീറ്റുകൾ BJP നേടിച്ചുകൊണ്ട് ഇവിടെ വരാനുള്ള സാഹചര്യം. അതെല്ലാം കളമൊരുക്കി കൊണ്ടുവന്ന പിണറായി വിജയന്റെ ക്യാമ്പയിനാണ്. പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ അറ്റാക്ക് ചെയ്ത് മുഴുവൻ UDF-നെ, അറ്റാക്ക് ചെയ്ത് മുഴുവൻ കോൺഗ്രസിനെ, അറ്റാക്ക് ചെയ്ത് മുഴുവൻ രാഹുൽ ഗാന്ധിയെ. BJP പോലും ഉപയോഗിക്കാൻ മടിച്ച ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്താണ് രാഹുൽ ഗാന്ധിയെ നേരത്തെ വിളിച്ച പേരെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. BJP പോലും ഉപയോഗിക്കാൻ മടിച്ച, അല്ലെ BJP പോലും ഉപേക്ഷിച്ച ഭാഷ പോലും ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ, കാരണം കൃത്യമായി കേരളത്തിൽ പിണറായി വിജയൻ നടത്തിയ ക്യാമ്പയിനാണ് ദേശീയ തലത്തിൽ BJP ഏറ്റെടുത്തത്. അല്ലെങ്കിൽ ഈ വയനാട്ടിൽ പതാക വിവാദം ഉൾപ്പെടെ കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഈ പറയുന്ന പൗരത്വ ഭേദ നിയമം കൊണ്ടുവന്നില്ല എന്നുൾപ്പെടെ ഈ പിണറായി വിജയൻ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളാണ് ദേശീയ തലത്തിൽ BJP. കേരളത്തിൽ BJPക്ക് വളം വെച്ച് കൊടുത്തത് CPM ആളുകൾ വിശ്വസിച്ചു. ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ BJP സമീപനമാണ്. എന്നാൽ അതുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്താൽ എന്താ തെറ്റിരിക്കുന്നത്? അപ്പോൾ മുഴുവൻ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻസികളുടെ വോട്ടിംഗ് ട്രെൻഡ് പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്, ഇടതുപക്ഷത്തിന്റെ വോട്ടുകളാണ് കൃത്യമായി BJPയിലേക്ക് പോയിരിക്കുന്നത്. തൃശ്ശൂരിൽ ഈ പറയുന്ന സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്ക് അതീതമായിട്ടുള്ള വോട്ടുകൾ കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ അവിടെ കോൺഗ്രസിന് വോട്ട് പോയോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള പ്രസക്തിയിൽ അവിടെ സ്ഥാനാർത്ഥി ജയിച്ച ആൾ തന്നെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ വിശകലനം അവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ 21-ലെ പാറ്റേണുകൾ വെച്ച് നോക്കുമ്പോൾ കാരണം വളരെ കൃത്യമാണ്. LDF-ന്റെ സ്വാധീനം പോക്കറ്റുകളിലാണ് കൂടുതലായി ഈ പറയുന്ന BJPയിലേക്ക് വോട്ട് പോയത്. ശരി, തിരിച്ചു വരാം. ഫാദർ ഫിലിപ്പ് കവിയിൽ, ഇവിടെ ഈ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിനേറ്റ പരാജയത്തിന്റെ കാരണങ്ങൾ താങ്കൾ പറഞ്ഞു. അതിനൊപ്പമാണ് BJPക്ക് കേരളത്തിലുണ്ടാകുന്ന ഒരു വലിയ മുന്നേറ്റം. അതിപ്പോൾ പലവിധ കാര്യങ്ങളാൽ BJP ന്യൂനപക്ഷ വോട്ടുകൾ, സ്നേഹവിരുദ്ധ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കടന്നു കയറാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. അതൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഇന്നിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ദിവസം, ഇന്ന് മാർപ്പാപ്പയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി G8 ഉച്ചകോടിക്കിടയിൽ അല്പം മുമ്പാണ് കണ്ട് ഹസ്തദാനം നടത്തി, സൗഹൃദ സംഭാഷണം നടത്തി തിരിച്ചു വരുന്നത്. അതായത് ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തുമെന്നൊക്കെ നേരത്തെ പറയുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ അവർക്ക് കേരളത്തിലെ ലക്ഷ്യങ്ങൾ, BJPക്ക് അവരുടെ ലക്ഷ്യങ്ങൾ പലതരത്തിൽ, അതെ താങ്കളിലേക്കാണ്, പലതരത്തിൽ ഈ വിഷയത്തിൽ ഉള്ള വളർച്ചയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തൊക്കെ അടിസ്ഥാന കാരണങ്ങളായിരിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുക? അവസാനം പറഞ്ഞ ഭാഗം ഞാൻ കേട്ടില്ല, എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ ഫാദർ, കേൾക്കാം. പറഞ്ഞോളൂ ഫാദർ, കേൾക്കാം. രഞ്ജിത്ത് സാറേ, എന്തോ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അല്ല, കേൾക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, അവസാനം പറഞ്ഞ് ഞാൻ കേട്ടില്ല, എങ്കിലും ആദ്യം പറഞ്ഞ ഭാഗം കേട്ടു. അതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുകയാണ്, ഈ ഇത്തവണത്തെ ഇലക്ഷന്റെ റിസൾട്ടിനെ കുറിച്ചാണല്ലോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തില് ഒരു സർക്കാരിന്റെ വിലയിരുത്തൽ തന്നെയാണ് ഇലക്ഷന്റെ ജനവിധിയിലൂടെ പുറത്തു വരുന്നത്. നിങ്ങളിവിടെ സംസാരിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും കാര്യത്തിൽ. കേരള സർക്കാരിന്റെ വിലയിരുത്തലല്ല, അത് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലാണ് എന്ന് മട്ടിലാണ് ബഹുമാനപ്പെട്ട ജയരാജ് സാർ സംസാരിച്ചത്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തില് ഈ രണ്ട് സർക്കാരുകൾക്കും എതിരെയുള്ള ജനവിധി തന്നെയായിരുന്നു ഇവിടെ സംഭവിച്ചത്. കേരളത്തിലെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിക്ക് വലിയ പരാജയമുണ്ടായി. കേന്ദ്രത്തിലും ഉണ്ടായി. ബഹുഭൂരിപക്ഷം സീറ്റുകളും ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്ന NDA മുന്നണിക്ക് അത്ര ലഭിച്ചില്ല. അവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ഇന്ത്യ മുന്നണിക്ക് വിജയം ഉണ്ടാവുകയുണ്ടായി. അതവിടെ നിൽക്കട്ടെ. ഇനി എൻ്റെ അഭിപ്രായത്തിൽ ഈ കേരളത്തിലെ ഈ ജനവിധിക്ക് പല കാരണങ്ങളുണ്ട്. നമ്മളിവിടെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ താത്വികമായ അവലോകനങ്ങളോ കൊണ്ട് കാര്യമില്ല. ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞത് സാധാരണ ജനങ്ങൾ എങ്ങനെ ഈ ഇലക്ഷനിൽ റിയാക്ട് ചെയ്തു, പ്രതികരിച്ചു എന്നതാണ്. അവർ പ്രതികരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരുടെ പെൻഷൻ മുടങ്ങി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പെൻഷന്റെ കാര്യത്തിൽ ജയരാജ് സാർ പറയുന്നത് കേട്ടു, കേന്ദ്ര ഗവൺമെന്റ് ആണ് അതിനെതിരെ പ്രവർത്തിച്ചത്. എന്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, ഈ ഗവൺമെന്റ് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഇന്ധന വിലയിൽ വർധനവ് നടത്തി ഒരു സെസ് ഏർപ്പെടുത്തി. ആ സെസ് എവിടെ പോയി? എന്തുകൊണ്ട് അത് കൊടുത്തില്ല? ഈ പെൻഷൻ ജനങ്ങളുടെ അവകാശമാണെന്നാണ് ആദ്യത്തെ പിണറായി സർക്കാർ ഇലക്ഷനെ നേരിട്ടപ്പോൾ പറഞ്ഞത്.
ആ പറഞ്ഞ വാക്കുകൾ പിന്നീട് അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് എനിക്കൊരു സംശയം. രണ്ടാമത്തെ കാര്യം, സാധാരണ മനുഷ്യര് അവർക്ക് കിട്ടുന്ന അനുദിന വേതനത്തിൽ നിന്ന് സാധനം വാങ്ങുവാൻ വേണ്ടി അവര് ആശ്രയിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകളെയാണ്. ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സാധനങ്ങൾ ലഭിക്കുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം ഈ നാട്ടിൽ സംജാതമായി. അതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. കാരണം സപ്ലൈകോയിലൂടെ ഒരു ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഈ നാട്ടിലെ വിലയെ പിടിച്ചു നിർത്താൻ പരിശ്രമിക്കുകയാണ്. അനധികൃതമായിട്ട് അല്ലെങ്കിൽ ക്രമാതീതമായിട്ട് അനുദിന ജീവിതത്തിന് ആവശ്യമായുള്ള, സാധാരണ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഈ സപ്ലൈകോ സംവിധാനം തന്നെ ഈ നാട്ടിൽ തുടങ്ങിയത്. അവിടെ സാധനങ്ങൾ ലഭിക്കുകയില്ല എന്ന് പറയുമ്പോൾ ജനം പ്രതികരിക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ ഈ നാട്ടിൽ ഒരു സാധാരണക്കാരൻ ഒരു വീട് വെക്കാൻ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കെട്ടിട നിർമ്മാണത്തിന് പരിശ്രമിക്കുന്ന ആളുകൾ അതിന്റെ പെർമിറ്റ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിന്റെ എന്താ പറയണ്ടേ നികുതികൾ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. സാധാരണക്കാരായ പാവപ്പെട്ട ഒരു മനുഷ്യൻ വീട് വെക്കാൻ പോകുമ്പോൾ പോലും ഈ വിഷയങ്ങൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു കളയരുത്. വീട് വെക്കാൻ പോകുന്ന ഒരു പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും വളരെയധികം നികുതി കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ സംജാതമായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എവിടെയോ വായിച്ചു കേട്ടു 15 ഇരട്ടി എങ്ങാണ്ട് ഇത് വർദ്ധിച്ചു വന്ന്. ശരിയാണ്, നിങ്ങൾ ചർച്ച ചെയ്തോളുക. പക്ഷെ ഇതൊക്കെ ഈ നാട്ടിലെ ആളുകളെ ബാധിക്കുന്ന വിഷയം. അതുപോലെ തിരുവനന്തപുരത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു 10-20ഓളം ചെറുപ്പക്കാര് ജോലി ലഭിക്കാൻ വേണ്ടി ആ സെക്രട്ടേറിയറ്റ് പടിയുടെ മുമ്പില് സമരങ്ങൾ സംഘടിപ്പിച്ചു. മുട്ടിന്മേൽ എഴയുന്ന യുവാക്കളുടെ ഒരു ദൃശ്യം പല TV ചാനലുകളും കാണിക്കുകയുണ്ടായി. അവരെ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ യുവാക്കളോട്, അഭ്യസ്തവിദ്യരായ ജനങ്ങളോട് ഗവൺമെന്റ്, ഞാൻ ഒരു പ്രത്യേക ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് വിലയിരുത്തി തിരുത്തി മുന്നോട്ട് പോയാൽ ഈ ഗവൺമെന്റിന് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ഈ സാധാരണക്കാരുടെ വിഷയങ്ങള്, കർഷകരുടെ വിഷയങ്ങള് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി പ്രതിഫലിച്ചിട്ടുണ്ട്. അതുപോലെ കത്തോലിക്ക കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ കൃത്യമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. കത്തോലിക്കരായിട്ടുള്ള, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുടെ സാമുദായിക വിഷയങ്ങളിലും ഗവൺമെന്റുകളുടെ ശ്രദ്ധ പതിപ്പിക്കണം. അത് കത്തോലിക്കരുടെ മാത്രം പറയാം, എല്ലാ വിഭാഗങ്ങളുടെയും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കണം. അതുപോലെ ഈ നാട്ടിലെ സാധാരണക്കാരായ കർഷകരായ ആളുകളുടെ ജീവന്, സുരക്ഷിതത്വത്തിന് ഭീഷണിയായ വന്യജീവി വിഷയത്തിൽ ഗവൺമെന്റ് കൃത്യമായി ഇടപെടണം. ഇടപെട്ടോ എന്ന് ചോദിച്ചാൽ ഇടപെട്ടിട്ടുണ്ട്, പൂർണ്ണമായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വനം വകുപ്പ് മന്ത്രി, അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട് എന്നുള്ളത് പല സന്ദർഭങ്ങളിലായിട്ട് മാധ്യമങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു സന്ദർഭത്തിൽ വളരെ വലിയ വിഷയങ്ങൾ ഈ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ നാട്ടിൽ സംഭവിച്ചപ്പോൾ, വന്യജീവി ആക്രമണങ്ങൾ സംഭവിച്ചപ്പോൾ മറ്റൊരാളെ അത് ഏൽപ്പിച്ചുകൂടാ? ഞങ്ങൾ പറയുന്നില്ല പ്രതിപക്ഷത്തു നിന്ന് ഒരാളെ ഏൽപ്പിക്കുന്നത്, ഭരണപക്ഷത്ത് തന്നെയുള്ള അതിന് സാധിക്കുന്ന ആരോഗ്യസ്ഥിതിയുള്ള ഒരു വ്യക്തിയെ എന്തുകൊണ്ട് അത് അത് ഈ ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും മന്ത്രിമാരുടെ പ്രവർത്തന മികവ് സംബന്ധിച്ചുള്ള ചർച്ചയും ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം, അതുപോലെ തന്നെ ആ വിഷയത്തിലൊക്കെ പാർട്ടി തലത്തിലും ചില ആരോപണമുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ശ്രീപത്മനാഭൻ, ഇവിടെ ഈ എപ്പോഴും ഇത്തരം താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഭരണവിരുദ്ധ വികാരം, സർക്കാരിൻ്റെ പരാജയം, സാമ്പത്തിക പ്രശ്നത്തിൻ്റെയൊക്കെ ഗുണഫലം അനുഭവിച്ചത് ഇത്തവണയും, അത് ലഭിച്ചത് ഇത്തവണയും കോൺഗ്രസിന് തന്നെയാണ്. BJPക്ക് വോട്ട് ഷെയർ വർദ്ധിക്കുന്നുണ്ട്, 3.5% വോട്ട് കൂടുന്നു, തൃശ്ശൂർ സീറ്റ് പിടിക്കുന്നു. എന്നതിനപ്പുറത്ത് ഒരു പാൻ കേരള പാർട്ടിയായി, അതായത് എല്ലാ മണ്ഡലങ്ങളിലും ആ തരത്തിലുള്ള വളർച്ചയുള്ള ഒരു പാർട്ടിയായി, ചില മണ്ഡലങ്ങളിലൊക്കെ വളർന്നിട്ടുണ്ട്. ആലത്തൂരിലെ കാര്യം നമുക്കറിയാം, ഈ മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇത്തവണയും ആത്യന്തികമായി അതിൻ്റെ ഗുണം ലഭിച്ചത് 19 സീറ്റ് 18 സീറ്റിലേക്ക് എത്തുന്നത് കോൺഗ്രസ് ആണ്. ദേശീയ തലത്തിലുള്ള BJPയുടെ പുറകോട്ട് പോക്കുമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ റിസൾട്ട് കേരളത്തിൽ നിലനിർത്തുക എന്നുള്ള അശ്രാന്തമായ പരിശ്രമം, അതിലേക്ക് പാർട്ടി കടക്കേണ്ടി വരും. അത് ഏതൊക്കെ തലത്തിൽ നേരത്തെ ഉള്ളതുപോലെ എല്ലാ വിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. തിരുവനന്തപുരത്തൊക്കെ എങ്ങനെ പരാജയപ്പെട്ടു അവസാനഘട്ട വോട്ടെണ്ണിയപ്പോൾ എന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ എല്ലാവരുടെയും വിശ്വാസം ആർജിച്ച് വളരാൻ പറ്റുന്ന ഒരു പാർട്ടിയായി BJPക്ക് സാധിക്കുന്നുണ്ടോ? അല്ല, കേരളം അതിശക്തമായ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഒരു പരീക്ഷണശാലയാണ്. കേരളത്തിൽ 2 പ്രബല മുന്നണികളുണ്ട്. ആ മുന്നണികളെ സഹായിക്കാൻ വിവിധ പ്രദേശങ്ങളിൽ സ്വാധീനമുള്ള, വിവിധ സമുദായങ്ങളുടെ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. ഇപ്പൊ ലീഗ് എന്ന് പറയുന്നത് 2 ഭാഗത്തും, ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്ന ലീഗ് ഇടതുപക്ഷത്തുണ്ട്,
അപ്പുറത്ത് നമ്മുടെ മുസ്ലിം ലീഗുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇടതുപക്ഷത്തുണ്ട്, വലതുപക്ഷത്തുണ്ട്, മാണി വിഭാഗം ഇടതുപക്ഷത്തുണ്ട്. അപ്പം ഈ തരത്തിലുള്ള സാമുദായിക ബന്ധമുള്ള സംഘടനകൾ രണ്ടു ഭാഗത്തുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ ന്യൂസ് 18 ഉൾപ്പെടെയുള്ള വിരലിലെണ്ണാവുന്ന ചില മാധ്യമങ്ങളല്ലാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ഇവിടെ സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പോകും, മുരളീധരൻ ജയിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം എക്സിറ്റ് പോൾ നടത്തി പറയാൻ വരെ ആളുകൾ തയ്യാറായി. അവർക്കിപ്പോ എക്സിറ്റ് പോളുകളൊക്കെ 100% ശരിയാവണമെന്നൊന്നുമില്ല. ഇത്തവണ ഏതാണ്ട് 55-60% പാസ് മാർക്ക് എക്സിറ്റ് പോളുകൾക്ക് കിട്ടിയിട്ടുള്ളൂ. ജസ്റ്റ് പാസ്സാണ് അവര്. അപ്പോ അതൊക്കെ സംഭവിക്കും. അപ്പൊ മാധ്യമങ്ങൾ BJPക്ക് ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളും ഒരു മുൻവിധിയോടുകൂടിയാണ് BJPയെ നേരിട്ടത്. ഞങ്ങൾക്ക് എതിരാണ് അവരൊന്നും അത്രയ്ക്കൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പക്ഷെ അവരുടെ BJPക്ക് സ്ഥാനം കിട്ടുമെന്ന് പറയാൻ ഉണ്ടാവും. അവരൊരു മുൻവിധിയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. അവരുടെ ഒപ്പീനിയൻ പോളുകൾ അങ്ങനെയായിരുന്നു. ഒരു പക്ഷേ ന്യൂസ് 18 പോലുള്ള 1-2 മാധ്യമങ്ങൾ മാത്രമേ അല്ലാത്തൊരു നിലപാടെടുത്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ, അപ്പൊ ഒരു പ്രബലമായ മുന്നണി സംവിധാനം, ഹോസ്റ്റൈലായ മീഡിയ, ഇതൊക്കെ നേരിട്ട് കൊണ്ടാണ് BJP ഈ സംഗതി ഇവിടെ സാധിച്ചെടുത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റിലുപരിയായി ഏതാണ്ട് 20% വോട്ടായി. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. 1991 കർണാടകയിൽ എന്താണോ സംഭവിച്ചത് അത് ഇത്തവണ കേരളത്തിൽ സംഭവിക്കുന്നു. 1991 കർണാടകയിൽ 21% വോട്ടും 4 സീറ്റും BJPക്ക് ലഭിച്ചു. പിന്നെ കർണാടകയിൽ BJP തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചില സമയത്ത് പ്രതിപക്ഷത്തുണ്ടാവും, പ്രധാന പ്രതിപക്ഷ പാർട്ടി, അല്ലെങ്കിൽ ഭരണപക്ഷത്തുണ്ടാവും. ഈ 3ാം സ്ഥാനം എന്നുള്ളത് അതോടുകൂടി BJPക്ക് പിന്നെ ഇരിക്കേണ്ടി വന്നിട്ടില്ല 3ാം സ്ഥാനത്ത്. അപ്പൊ അതേപോലെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് 91 കർണാടക തെരഞ്ഞെടുപ്പിന്റെ അതേ ഫലമാണ് ചെയ്തത്. 20% എന്ന് പറയുന്ന അതൊരു വലിയ എന്താ പറയാ ഒരു കടമ്പയാണ്. അത് ഏതാണ്ട് ഞങ്ങൾ അതിനൊപ്പം എത്തിയിരിക്കുന്നു. ഒരു സീറ്റിൽ കേൾക്കാമോ സർ? കേൾക്കാമോ? മ്യൂട്ടാണ്, പറഞ്ഞോളൂ. ലോക്സഭ അങ്ങനെയല്ല. ലോക്സഭയിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ 3-4 അസംബ്ലി സീറ്റിൽ ലീഡ് ചെയ്താലേ നിങ്ങൾക്ക് ലോകസഭയിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി BJP കേരളത്തിൽ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. കർണാടകയിൽ 91 സംഭവിച്ചത് സംഭവിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഇനി BJP തിരിഞ്ഞ് നോക്കുന്ന വിഷയമില്ല. ഇനി മുന്നോട്ട് തന്നെയാണ്. BJPയുടെ കാലം, കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ കാലം വന്നിരിക്കുക. ശ്രീ പ്രൊഫസർ റോണി, ഇത്തരത്തിലാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. അതായത് BJPക്ക് 20% എത്തി. അതിപ്പോൾ 2 മുന്നണികളുടെയും വോട്ട് ബാങ്കുകളിലേക്ക് BJP കടന്നു ചെന്നിട്ടുണ്ട്. നിങ്ങൾക്കാണ് കൂടുതൽ ഗുണം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് എങ്കിൽ പോലും വോട്ടുകൾ ചോർന്ന സാഹചര്യങ്ങൾ പല മണ്ഡലങ്ങളിൽ അടക്കം, നിയമസഭാ മണ്ഡലങ്ങളടക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം 7 ലക്ഷം വോട്ട്, 3.7% വർധനമാണ് ഇത്തവണ. 7 ലക്ഷം വോട്ട് എന്ന് പറയുമ്പോൾ അതിൽ 2 വിഭാഗത്തിൻ്റെയും വോട്ടുകൾ, UDFന് 6 ലക്ഷവും LDFന് 5 ലക്ഷവും വോട്ടാണ് ഇത്തവണ കുറഞ്ഞിരിക്കുന്നത് എന്ന കണക്ക് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അങ്ങനെ അദ്ദേഹം ശ്രീപത്മനാഭൻ പറഞ്ഞതുപോലെ പലവിധ കാരണങ്ങൾ കൊണ്ട് BJPയുടെ മുന്നേറ്റം ആരംഭിച്ചിരിക്കുകയാണ്. അത് മറ്റു 2 മുന്നണികൾക്കും സ്വാഭാവികമായും ഭീഷണിയുമാണ്. ഈ 2024 BJPക്ക് കേരളത്തിലുണ്ടായ ഒരു വോട്ട് വർധനവ് അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമുക്കറിയാം 2019 നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയായിരുന്നു. BJPക്ക് അന്ന് വോട്ട് വിഹിതം കൂട്ടുകയുണ്ടായി. നമുക്കറിയാം പല മണ്ഡലങ്ങളും, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ ഉൾപ്പെടെ, അല്ലെങ്കിൽ പത്തനംതിട്ട പോലും, ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി പോലും 30% വോട്ട് BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് 2 വർഷത്തിന് ശേഷം വന്ന 2021 അസംബ്ലി ഇലക്ഷന് BJP ആ 19 വോട്ട് ശതമാനത്തിൽ നിന്ന് പുറകോട്ട് പോവുകയുണ്ടായത്. ഈ തെരഞ്ഞെടുപ്പില് പിന്നെ കേരളം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിലാണ്. ഏപ്രിൽ മാസം 26-ാം തീയതി. 1-2 ഘട്ടങ്ങൾ നമുക്കറിയാം. ദേശീയ തലത്തിൽ മൊത്തം ഉണ്ടായിരുന്ന ഒരു പ്രതിച്ഛായ, അല്ലെ ഒരു പ്രതീതി എന്ന് പറയുന്നത് BJP ഒരു വലിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിൽ വരും. അല്ലെ മോദി തന്നെ പറഞ്ഞു, അല്ലെ അബി ബാർ 400 പാർ ആയിരുന്നു. കാരണം
ഒരു വിദൂര ഇതിൽ പോലും ഇന്ത്യ മുന്നണി മുന്നോട്ട് വരുമെന്നുള്ള ഒരു പ്രതീതി ഒരു ദേശീയ മാധ്യമങ്ങളും പങ്കുവച്ചില്ല. ബഹുമാനപ്പെട്ട പത്മനാഭൻ വക്കീൽ സാർ പറഞ്ഞതുപോലെ കേരളത്തിൽ BJPക്ക് അനുകൂലമായി മാധ്യമങ്ങൾ നിന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ദേശീയ തലത്തിലും അത് തന്നെയായിരുന്നു. ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു പ്രധാന മാധ്യമങ്ങൾ പോലും നിന്നില്ല. അപ്പോൾ എന്തായി അതിന്റെ ഒരു നരേറ്റീവ് അല്ലെങ്കിൽ BJP വല്ലാണ്ട് അല്ലെങ്കിൽ രാമക്ഷേത്രം ഉൾപ്പെടെ ആർട്ടിക്കിൾ 370 ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി മുന്നോട്ട് BJP പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ വീണ്ടും BJP അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ചിന്ത കേരളത്തിൽ ഉണ്ടായി. ഈവൻ തൃശ്ശൂർ ഉൾപ്പെടെ ഞാൻ കൃത്യമായി ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഒരു 4ാമതോ 5ാമത്തോ റൗണ്ടിലായിരുന്നു കേരളത്തില് തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ ഉറപ്പായിട്ടും തൃശ്ശൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒരിക്കലും BJP ജയിക്കില്ലായിരുന്നു. അല്ലെ BJPക്ക് ഇപ്പോൾ ഉണ്ടായ വോട്ട് അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. കാരണം അവിടെ കൃത്യമായി എന്താ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഞാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറച്ച് കാണിക്കില്ല. അദ്ദേഹം 5 വർഷം അവിടെ തൃശ്ശൂർ തന്നെ നിന്നു. ആ മുഴുവൻ പ്രവർത്തനവും അദ്ദേഹം നടത്തി. അതിന്റെ ഫലമായി അദ്ദേഹം തന്നെ പറഞ്ഞു എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും വോട്ടുകൾ കിട്ടി. ഇത് നമുക്കറിയാം 2004 BJP അല്ലെ NDA ആദ്യമായിട്ടല്ലല്ലോ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നത്. 2004 നമുക്കറിയാം. 2004 മൂവാറ്റുപുഴ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അന്ന് PC തോമസ് NDAയുടെ ഭാഗമായി നിന്നുകൊണ്ട് അദ്ദേഹം വിജയിച്ചതാണ്. പക്ഷെ 2004 ശേഷം ആ ഒരു പാറ്റേൺ ആ ഒരു ട്രെൻഡ് കേരളത്തിൽ ഒരിടത്തും ആവർത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ BJPക്കോ NDAക്കോ കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നു സാമുദായികപരമായ സമവാക്യം. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നമ്മൾ ഒരിക്കലും ജാതിയുടെ മതത്തിന്റെയോ സമുദായത്തിന്റെ പേരുകൾ പറഞ്ഞു നമ്മൾ ചർച്ച ചെയ്യണം. അങ്ങനെയെങ്കിൽ ഉത്തരേന്ത്യയിലെ ഇപ്രാവശ്യം BJP വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമായിരുന്നല്ലോ. ഉത്തർപ്രദേശ് ഉൾപ്പെടെ അല്ലെ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലം ഉൾപ്പെടെ അയോധ്യ ഉൾപ്പെടെ BJP വലിയ ഭൂരിപക്ഷം ജയിക്കുമായിരുന്നല്ലോ. ഇവിടെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പോലും. ഇവിടെ BJP വലിയ നേട്ടം ഉണ്ടാക്കി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതി വിഭാഗം BJPക്ക് അനുകൂലമായിട്ട് പോയി എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഈ പറയുന്ന നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞ തവണ BJP നേടിയ വോട്ടിൽ നിന്ന് ചെറിയൊരു മാർജിനൽ ഇൻക്രീസ് മാത്രമാണ് തുഷാർ വെള്ളാപ്പള്ളി. BDJS NDAയുടെ ഭാഗമായി മത്സരിച്ച പല സീറ്റുകൾ നോക്കുക, ഇടുക്കി ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പറയുന്ന കോട്ടയം ഉൾപ്പെടെ അവർക്ക് ആ ഒരു ഗ്രോത്തിലേക്ക് വരാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഈ കേരളത്തിൽ 2ാം റൗണ്ടിൽ തെരഞ്ഞെടുപ്പ് നടന്നത് BJP വീണ്ടും അധികാരത്തിൽ വരുമെന്ന് സുരേഷ് ഗോപി ജയിച്ചാൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലും 2 3 തവണ പോയി ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടാവില്ല. അത് തൃശ്ശൂരാണ്. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിച്ചു ഈ പ്രാവശ്യം ഒരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിൽ നിന്ന് വരും, അത് നാടിന് പ്രയോജനകരമാകും. 2004 PC തോമസിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? അതൊരു എക്സെപ്ഷണൽ പ്രതാപനെ മാറ്റി ജയൻ കില്ലർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കെ മുരളീധരനെയൊക്കെ ഇറക്കി. അവിടെ പക്ഷേ കെ മുരളീധരൻ അവസാനം 3-4 ദിവസമായി വാ തുറന്നില്ല. എന്താണ് സംഭവിച്ചത്? പാർട്ടിക്കാർ പോലും വഞ്ചിച്ചു എന്ന് പറഞ്ഞു. അത്തരത്തിൽ തന്നെ പരാജയപ്പെടുത്തിയ തന്നെയും പിതാവിനെയും പരാജയപ്പെടുത്തിയ ആളുകൾ കെ മുരളീധരനെയും പരാജയപ്പെടുത്തിയെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ വലിയ തയ്യാറെടുപ്പൊക്കെ നടത്തി ആ സീറ്റ് നിലനിർത്താൻ. സംഭവിച്ചില്ല. പക്ഷേ അല്ല, നമ്മൾ ഈ 2019 വോട്ട് വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ 96,000 അല്ലെ 86,000 വോട്ട് അവിടെ കോൺഗ്രസിന് കുറഞ്ഞു എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ അത് ഈ പറയുന്ന CPM തന്നെ അംഗീകരിച്ചിട്ടുള്ളത്. CPM പറയുന്നത് 2019 ഒന്ന് ശബരിമല വിഷയം, 2 രാഹുൽ എഫക്ട്. അതാ ആ 2 അതുകൊണ്ടാണ് കേരളത്തിൽ അത്രയും വലിയ വോട്ടിംഗ് ശതമാനം ഉണ്ടായത്. കേരള ചരിത്രത്തിൽ തന്നെ റെക്കോർഡ് പോളിംഗ് ആണ് 2019 ഉണ്ടായത്. പക്ഷേ ഈ പ്രാവശ്യം അതിനകത്ത് 7-8% പോളിംഗ് കുറഞ്ഞതിന് കാരണം ആ ഒരു ട്രെൻഡ് കേരളത്തിലില്ല. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? തൃശ്ശൂരിൽ ഞങ്ങൾ കോട്ടു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ അതിശക്തമായ ഒരു ത്രികോണ മത്സരം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും UDFന്റെ വോട്ടുകൾ കുറെ LDFിലേക്ക് പോയിട്ടുണ്ടാവും, LDF വോട്ടുകൾ BJPയിലേക്ക് പോകാം, UDF വോട്ടുകൾ BJPയിലേക്ക്. നമുക്ക് നമ്മൾ പറഞ്ഞു ഇവിടെ ബഹുമാനപ്പെട്ട LDFന്റെ വക്താവ് പറഞ്ഞു 2021 പാറ്റേൺ അല്ല ഈ പറയുന്ന 2000. സ്വാഭാവികമായിട്ട് നമുക്ക് കേരളത്തിൽ 20% വോട്ട് ഓരോ തെരഞ്ഞെടുപ്പുകളിലും അവരാണല്ലോ ജനവിധി നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ വോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നമ്മൾ ഈ കേരളത്തിലെ മുഴുവൻ കണക്കുകൾ നോക്കണം. തൃശ്ശൂരിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് നമ്മൾ എടുക്കരുത്. ബാക്കി 19 മണ്ഡലങ്ങൾ നമ്മൾ നോക്കണം. ഇതിന് ആനുപാതികമായി തൃശ്ശൂരിൽ സംഭവിച്ചോളെ ഈ പറയുന്ന തൃശ്ശൂരിൽ സംഭവിച്ചോളെ ഒരു 4-5 സീറ്റുകളെങ്കിലും കോൺഗ്രസ് വോട്ട് കുറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് പറയുന്ന ആർഗ്യുമെന്റ്സ് രഞ്ജിത്ത് പറയുന്ന ആർഗ്യുമെന്റ്സ് ഇവിടുത്തെ മറ്റു പാനലിസ്റ്റുകൾ പറയുന്ന ആർഗ്യുമെന്റ്സ് ഞാൻ അംഗീകരിക്കാൻ വരുന്നു. പക്ഷെ തൃശ്ശൂർ മാത്രമല്ല കോൺഗ്രസിന്റെ വോട്ട് മറിഞ്ഞെന്ന് ഞാൻ കാര്യമായി കോൺഗ്രസിന്റെ വോട്ട് എല്ലാ മണ്ഡലങ്ങളിലും മറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ പാർട്ടി തോറ്റ സ്ഥാനാർത്ഥി മുരളീധരൻ മിണ്ടാതിരുന്നതും അവിടെ DCC ഓഫീസിലടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതുമൊക്കെ അത്തരം പ്രവർത്തനമില്ലായ്മയുടെ ഭാഗമായാണ് എന്ന് പറഞ്ഞത് പാർട്ടിക്കാർ തന്നെയാണ്. ശ്രീ ഡോക്ടർ B ജയരാജ, ഇവിടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇനി കേരളം ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ സാക്ഷ്യം വഹിക്കുക. ആ വളർച്ച BJP ഇവിടെ കാണിച്ചു കഴിഞ്ഞു. 20% മുകളിൽ വോട്ടവർ 20%-അടുത്ത് വോട്ടവർ നേടി. അവരുടെ ടാർഗറ്റിലേക്ക് അവർ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും എത്തി. ഇനിയും മുന്നോട്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉള്ള യാത്ര തന്നെയായിരിക്കും സ്വാഭാവികം BJPക്ക്. നഷ്ടമുണ്ടായിരിക്കുന്നത് CPM-നാണ്. കൂടുതലായി ആലപ്പുഴയിലും ആറ്റിങ്ങലും ഒക്കെ അടക്കം ശക്തി കേന്ദ്രങ്ങളിലാണ് BJP കടന്നു ചെന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമീപനം ഈ ഒരു നയപരിപാടി മാത്രം മതിയോ ഇനി ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒന്ന് തിരികെ കൊണ്ടുവരാൻ? തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും തിരുത്താനായിട്ട്
CPM എപ്പോഴും തയ്യാറാണ്. അതിനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കാണേണ്ടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ 2021 തെരഞ്ഞെടുപ്പില് 2019 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഈ പറഞ്ഞതുപോലെ 18 സീറ്റ്. കേരളത്തിന്റെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കൽ മാത്രമാണ് 18 സീറ്റുള്ള ഇടതുപക്ഷത്തിന് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളിടത്തെല്ലാം ഈ 3-4 സീറ്റുകൾ മാത്രമേ ഇടതുപക്ഷം വന്നിട്ടുള്ളൂ. പൊതുവെ ഒരു ധാരണ കേരള ജനതയിലുള്ളത് കേന്ദ്രം ഭരിക്കാനായിട്ട് കോൺഗ്രസും, ഇപ്പോഴാണല്ലോ BJP വരുന്നത്, അല്ലെങ്കിൽ കേരളം ഭരിക്കാനായിട്ട് ഇടതുപക്ഷ മുന്നണിയും എന്നുള്ള ഒരു പാറ്റേൺ ആണ് പിന്തുടർന്ന് വന്നത് വർഷാവർഷങ്ങളായിട്ട്. അതിങ്ങനെ ടേൺ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതിനും ശക്തമായ തുടർഭരണം ഉണ്ടാകുന്നത് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിലേറിയതിനു ശേഷമാണ്. അതിന്റെ ഒരു തുടർഭരണം ഇതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നില്ല, ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും. പക്ഷേ ഈ അനിൽ ആന്റണിയെയും പിന്നെ ഈ പറഞ്ഞ കണക്കുപോലെ പത്മജ വേണുഗോപാലിനെ ഒന്ന് സംഭാവന ചെയ്തതും 293 സീറ്റുകളിൽ ബൂത്തുകളിൽ ഏജന്റുമാർ പോലും ഇല്ലാതെ ശശി തരൂരിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചതും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ആറ്റിങ്ങലിൽ പിന്നെ അടൂർ പ്രകാശ് പരാതിപ്പെട്ടതുപോലെ ഒരുപാട് ബൂത്തുകളിൽ ഇരിക്കാൻ പോലും ആളില്ലാതിരുന്നത് കോൺഗ്രസിന്റേതായിരുന്നു. എന്തുകൊണ്ട് അവിടെയൊക്കെ ഫ്രീസ് ആയെന്നുള്ളത് കോൺഗ്രസിന്റെ പ്രവർത്തനം പരിശോധിക്കപ്പെടേണ്ടതാണ്. മാർജിനൽ വോട്ട് 625 വോട്ടിന് ജയിച്ചത് ഒരു വലിയ വിജയമായിട്ടൊന്നും പറയണ്ട. 1500 ബൂത്തുണ്ട്, ഒരു പാർലമെന്റിൽ 1500 ബൂത്തുണ്ട്. എല്ലാ ബൂത്തിലും ഒരുപോലെ സ്വാധീനം ഒരു പാർട്ടിക്കും ഇല്ല. കേരള പാർട്ടിയാണ്, CPM പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. മനഃപൂർവ്വമായി ചിലയിടങ്ങളിൽ സഹായിച്ചു കൊടുക്കാം. അതിന്റെ ഭാഗമായിട്ട് സഹായം എന്നൊന്നും പറയണ്ട. ഒരു മാധ്യമങ്ങളും പറയുന്നല്ല. ശശി തരൂർ തന്നെ പറഞ്ഞാണ്. ശശി തരൂർ പരാതി കൊടുത്തിട്ടുണ്ട്. അടൂർ പ്രകാശ് മാത്രമേ ഉള്ളൂ പരാതി കൊടുക്കാനുള്ളത്. കെ മുരളീധരൻ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കൾ പോയി അവിടെ DCC പിരിച്ചുവിട്ടു, നടപടിയും എടുത്തവിടെ തൃശ്ശൂരിൽ. നിങ്ങൾ പക്ഷേ ഇപ്പോഴും ഇനിയും തോൽവി പഠിക്കും എന്ന് പറഞ്ഞ് നടക്കുന്നതേ ഉള്ളൂ. കേൾക്കാൻ ഒരു സുഖമുണ്ട്. ആദ്യം കണ്ണിലെ കമ്പെടുക്കാൻ നോക്ക്. അതിനുശേഷം ബാക്കിയുള്ളവരെ കുറ്റം പറയാവാ. ഞങ്ങളുടെ കാര്യങ്ങൾ തിരുത്തിക്കോളാം. ഞങ്ങൾ കൃത്യമായി തിരുത്തിക്കോളാം. നിങ്ങൾ കണ്ണിലെ സ്വന്തം കണ്ണിലെ കോരെടുക്കാൻ ആദ്യം ശ്രമിക്കുക. എന്നിട്ട് മറ്റുള്ളവരുടെ കണ്ണിൽ കാരനെടുക്കാനായിട്ട് വരും. ഈ സുധാകരൻ പറയും കേസ് നിങ്ങൾക്ക് നേതാക്കന്മാര് പോലും ഇല്ലല്ലോ. നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വേണ്ടേ? നിങ്ങൾ സുധാകരനെ കാണിച്ച് നിങ്ങൾക്ക് ഇലക്ഷൻ മത്സരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് സതീശനെ കാണിച്ച് മത്സരിക്കാൻ പറ്റുമോ? കേരളത്തിൽ ഏത് ക്ലീൻ നേതാവുണ്ട് നിങ്ങൾക്ക് ഒരു കോൺഗ്രസിനെ നയിക്കാൻ വേണ്ടിയിട്ട്, ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നയിക്കാൻ ഒറ്റ നേതാവ് പോലെ നമ്മളെ വിഷയത്തിൽ വിട്ടുപോകുന്നു. നമ്മൾ തർക്കത്തിൽ മാത്രമായി ഒതുങ്ങാൻ പാടില്ല ചർച്ച. തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ഇന്ത്യ മുന്നണിയായി നിന്നുകൊണ്ടുണ്ടായ സമയക്കുറവുണ്ട്. ഡോക്ടർ BJ രാജ് ദയവായി ക്ഷമിക്കുക, സമയക്കുറവുണ്ട്. പ്രൊഫസർ റോണി ദയവായി ക്ഷമിക്കുക, സമയക്കുറവുണ്ട്. ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ജയരാജ് ഒപ്പം ശ്രീ ഫാദർ ഫിലിപ്പ് കവിയിൽ ഈ ചർച്ചയുടെ ഭാഗമായി ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. ഏതായാലും നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. അതായത് ഈ തെറ്റുതിരുത്തിയാൽ CPM-ന് ജനവിശ്വാസം തിരികെ പിടിക്കാനാകുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഇല്ല എന്ന് 71% ആളുകളും അഭിപ്രായപ്പെട്ടു. ആകുമെന്ന് 27% ആളുകളും, നിഷ്പക്ഷമായി 3% പ്രേക്ഷകരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി എത്താം. നമസ്കാരം.